ജൂൺ മാസം 26 ക്രിസ്തു വർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായി 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്ന് കരുതുകയാണ്. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തോസ്തേനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ട ദൈവ കൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ദൈവവും കരുണാസമ്പന്നനും പുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച ദൈവമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൽ ലഭ്യമായിരിക്കുന്ന ദൈവകൃപ, യേശു ക്രിസ്തുവിൽ ലഭ്യമാക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ സകല സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധം, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനുള്ള എല്ലാം നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങൾ നിൻ്റെ വചനത്തിൽ നിന്ന്, കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും എല്ലാം ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, സകല ആത്മീയ അനുഗ്രഹങ്ങളിൽ, അത് ക്രിസ്തു യേശുവിൽ. ആത്മീയ പോരാട്ടം ഈ ലോകത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച പോലെ അവൻ്റെ വരവിനെ കാത്തിരിക്കുന്ന നാം, അവന് നമ്മളിൽ എല്ലാം ഉറപ്പിക്കും എന്ന് നമുക്ക് വാഗ്ദത്തം നൽകിയ കർത്താവ്, നമുക്ക് ഒരു പോരാട്ടമുണ്ട്, ഒരു ആത്മീയ പോരാട്ടമുണ്ട്. കാരണം ദൈവത്തിനും ക്രിസ്തുവിൻ്റെ വചനത്തിനും എതിരായി ഒരു ശത്രുവുണ്ട്, ശത്രുവിന് വലിയൊരു പ്രജയുണ്ട്. അതുകൊണ്ട് ഒരു ആത്മീയ പോരാട്ടം, ആ പോരാട്ടത്തിന് നമുക്ക് വന്നിരിക്കുന്ന ആയുധം കർത്താവിൽ നിങ്ങൾ ശക്തിപ്പെടുവിനെന്നാണ്. മൂന്നാമതായിട്ട് ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ട്. ആ ആത്മീയ ജീവിതം ഇല്ലാത്തവരെ ബൈബിൾ വിളിക്കുന്നത് പ്രാകൃത മനുഷ്യനെന്നാണ്. അവനെങ്ങനെ ജനിച്ചു അങ്ങനെ ജീവിക്കുന്നു. അവന് മാനസാന്തരമോ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമോ ഇല്ലാത്തത് കൊണ്ട് അവനെ പ്രാകൃത മനുഷ്യൻ. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവന് യാതൊരു താല്പര്യവും കഴിയുകയില്ല. എന്നാൽ രണ്ടാമത്തെ തരം ആൾക്കാരാണ് ആത്മീകർ. ഈ ആത്മീകരിൽ തന്നെ 2 കൂട്ടരുണ്ട്. ഒന്ന് ആത്മീകൻ, എല്ലാം വിവേചിക്കുന്ന, ആത്മീയമായി ജീവിക്കുന്ന, ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിതം
ആത്മാവിലുള്ള ജീവിതം. അങ്ങനെ ജീവിക്കാതെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ആത്മീയൻ, അവനാണ് ജഡികൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അതാണ് വേദപുസ്തകം പറയുന്നത്. ഇന്ന് നാം ഈ ആത്മീയരെക്കുറിച്ച് ആയിരിക്കുന്ന കൊരിന്ത്യരെക്കുറിച്ചും ജഡികരായുള്ള കൊരിന്ത്യ വിശ്വാസികളെയും സംബന്ധിച്ച് വേദപുസ്തകം എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതകരമായ ചില അറിവുകൾ ലഭിക്കും. അത് നാം പരിശോധിച്ച് വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അതിനെ പ്രാവർത്തികമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അത് നിങ്ങളും നിങ്ങളുടേതാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനം വായിച്ചു തുടങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചത്, ഇത് കൊരിന്ത്യയിൽ എന്ന ആ പ്രദേശത്ത് ക്രൈസ്തവ സുവിശേഷവുമായി കടന്ന് ചെല്ലുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഈ അപ്പോസ്തലൻ അവിടെ ചെന്ന് യേശു ക്രിസ്തു എന്ന യഹൂദന്മാരുടെ ഇടയിലും ദൈവഭയമുള്ള ഗ്രീക്കുകാരുടെ യവനന്മാരുടെ ഇടയിലും പ്രസംഗിച്ചു. അനേകർ വിശ്വസിച്ചു, സഭ സ്ഥാപിക്കപ്പെട്ടു. ഏകദേശം 1.5 വർഷം പൗലോസ് അപ്പോസ്തലൻ അവിടെ താമസിച്ച് അവരെ ദൈവീക കാര്യങ്ങളിൽ ബോധ്യപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം കടന്നു പോകേണ്ടത്. എന്നാലും 3ാമത്തെ മിഷണറി ജേണിയിലും കൊരിന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പിൽക്കാലങ്ങളിൽ ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തനത്താലാണ് അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നും അത് ഏകദേശം AD 51 എന്നും നമുക്ക് ചില ചരിത്ര വസ്തുതകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അത് സത്യമായിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. കാരണം ദൈവം ചരിത്രത്തിൻ്റെ ദൈവമാണ്. സത്യത്തെ നമുക്ക് സത്യമായിട്ട് മനസ്സിലാക്കാൻ ചരിത്രം ഒരു വലിയ മുഖാന്തരമാണ്. അതുകൊണ്ട് ചരിത്രം വളരെ പ്രധാനമായിട്ടും അത് സത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സത്യം വിശ്വസിക്കുമ്പോഴാണ് സുവിശേഷത്തിലെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ദൈവം ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങൾ, തൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളിൽ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അത് വിശ്വസിച്ചവരാണ് ഈ കൊരിന്ത്യയിലെ സഭക്കാർ. നാമും ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ചരിത്രം അത് സത്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം തൻ്റെ അപ്പസ്തോലന്മാർക്കും മറ്റുള്ള പലർക്കും പ്രത്യക്ഷനായി, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണത്തിന് മുമ്പ് അപ്പസ്തോല പ്രവൃത്തികളിൽ ഒരു ചരിത്ര പുസ്തകം വായിക്കാൻ അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈ അപ്പസ്തോലന്മാരോട് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം, ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ആ സാക്ഷികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വസ്തുതയും അവർക്ക് വെളിപ്പെടുത്തി. ആദ്യം ഈ യെരൂശലേമിൽ, യൂദയിലും സമാരിയയിലും പിന്നെ ലോകമെമ്പാടും എൻ്റെ സാക്ഷികൾ ആകണം എന്നായിരുന്നു കർത്താവ് അവർക്ക് കൊടുത്ത അവരുടെ യാത്രാമൊഴി. എങ്ങനെ പോകണം, എവിടെ പോകണം എന്നുള്ള ശുശ്രൂഷകൾ. അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അപ്പസ്തോലന്മാർ 12 അപ്പസ്തോലന്മാർ, 11 അപ്പസ്തോലന്മാർ, കാരണം യൂദാസ് അദ്ദേഹം ഇല്ലല്ലോ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് കർത്താവായ യേശു ക്രിസ്തു
പറഞ്ഞ ഉത്തരമാണ് 7-ാം വാക്യത്തിൽ. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 7-ാം വാക്യം. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, അപ്പസ്തോലന്മാർക്കുള്ളതല്ല. 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതാണ് അവർക്ക് കൊടുത്ത മാർച്ചിങ് ഓർഡർ. നിങ്ങൾ എങ്ങനെ പോകണം, എന്ത് പറയണം, നിങ്ങൾ എന്തിൻ്റെ സാക്ഷികളായിരിക്കണം എന്ന് അപ്പസ്തോലന്മാരെ അവൻ അധികാരപ്പെടുത്തിയത്. അപ്പസ്തോല പ്രവൃത്തി ഒരു ചരിത്ര പുസ്തകമാകയാൽ അത് ലൂക്കോസ് വളരെ കൃത്യമായിട്ട് ക്രമമായിട്ട് എഴുതിയ ഒരു ചരിത്ര പുസ്തകമാണ്. തിയോഫിലിസെ, ഞാൻ എഴുതിയ 1-ാമത് ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. ലൂക്കോസ് എഴുതുകയാണ്. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യത്തെ 1-ാം വാക്യം. 2-ാം വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ദൈവരാജ്യം അത് യഹൂദന്മാർക്കുള്ളതാണ് എന്ന് ആണ് അവരോട് ചോദിച്ചത്. യഹൂദന്മാർക്ക്, ഇസ്രായേലിനുള്ള ദൈവരാജ്യം. ഇന്ന് പലരും പറയുന്നത് അത് ക്രൈസ്തവ സഭയ്ക്കുള്ള ദൈവരാജ്യമെന്നാണ്. എനിവേ, അതല്ല നമ്മുടെ വിഷയം. എങ്കിലും ഇവിടെ ഇതൊരു ചരിത്ര വസ്തുതയാണെന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ്റെ ആരോഹണം വരെ, സ്വർഗാരോഹണം വരെയുള്ള ചരിത്ര വസ്തുതകളായിരുന്നു എന്നും, എന്നാൽ ഈ പുസ്തകം അതതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചരിത്രത്തിൽ ദൈവം വെളിപ്പാടുകൾ കൊടുത്തു, അത് അപ്പസ്തോലന്മാർ വഴി കൊടുത്തു, അവർ സാക്ഷ്യം നൽകി. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ അവർക്കൊരു യാത്രാമൊഴി കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥലത്ത് തുടങ്ങി ഈ സ്ഥലത്തേക്ക് വ്യാപിച്ച് അങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തണം എന്ന് ഉള്ളത്. എന്നാൽ നമുക്കറിയാം, 2-ാം അധ്യായത്തിലേക്ക്, അപ്പസ്തോലന്മാർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു, അവരിൽ വസിക്കുന്നു. അവർ നിറവുള്ളവരായിട്ട് പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്. അങ്ങനെ സഭ സ്ഥാപിക്കപ്പെടുന്നു. അന്ന് ഏകദേശം 3000 പേര് കർത്താവിൽ വിശ്വസിച്ച് ദൈവഭാഗത്തിക്കുന്നു. എല്ലാം യഹൂദന്മാരായിരുന്നു. അതാണ് 2-ാം അധ്യായം. തുടർന്ന് 3 അധ്യായം, 4, 5, 6, 7 അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ സ്റ്റെഫാനോസിനെ അവർ കൊല്ലുകയാണ്. വളരെ ശക്തമായ പീഡനം അന്നത്തെ കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിരുന്നു. ആദിമസഭയിൽ ജനിച്ച് കുഞ്ഞായിരിക്കുന്ന ഈ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ കടന്നു പോകേണ്ടി വന്നു, പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന പലരെയും അവർ മർദ്ദിക്കുകയും അവരെ കൊല്ലുകയും ഉണ്ടായി. അങ്ങനെയാണ് 1-ാം അധ്യായത്തിന് 7-ാം അധ്യായം വരെ. എന്നാൽ 8-ാം അധ്യായം വരുമ്പോൾ അവിടെ നമുക്ക് അന്ത്യോക്യ എന്നൊരു സ്ഥലം കാണാം. ഈ പീഡനം അനുഭവിച്ച് അവിടെ നിന്ന് ഓടിപ്പോയ പല വിശ്വാസികളും അവിടെ ചെന്ന് അന്ത്യോക്യയിൽ അവിടെ സുവിശേഷീകരണം നടത്തി പലരും വിശ്വസിച്ചു. തുടർന്ന് അവിടെ അപ്പസ്തോലനായ പൗലോസ് പോകുന്നതായിട്ടൊക്കെ നമുക്ക് ചരിത്ര രേഖകളുണ്ട്, അവിടെ സഭയെ നയിക്കുന്ന രേഖകളുണ്ട്. എന്നാൽ അവിടെ സഭ അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കപ്പെടുന്നത് ഈ പീഡനം അനുഭവിച്ച വിശ്വാസികൾ അവർ പലായനം ചെയ്ത് ആ ഭാഗത്ത് അന്ത്യോക്യയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നത്, സുവിശേഷീകരണം നടക്കുന്നത്, അവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ അപ്പസ്തോലന്മാർ ചെന്ന് അവിടെ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ തീരുന്ന കഥകളൊക്കെ നമുക്ക് വായിക്കാം. എന്നാൽ അന്ത്യോക്യ വിശ്വാസികൾ അവർ അപ്പസ്തോലനായ പൗലോസോ പത്രോസോ അവരാൽ സ്ഥാപിക്കപ്പെട്ടതല്ല. അവർ പിൽക്കാലങ്ങളിൽ അതിനെ ഉറപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിലും പലരും പറയുന്നത് പോലെ അന്ത്യോക്യ ഒരു സിംഹാസനമോ ഒരു പത്രോസിൻ്റെ സിംഹാസനമോ പൗലോസിൻ്റെ സിംഹാസനം ഇല്ല എന്നുള്ളതും നമുക്ക് ഈ ഭാഗത്ത് ഒന്നും കാണാൻ കഴിയുകയില്ല. എന്നിട്ട് അതിന് ശേഷം അന്ത്യോക്യയിലെ സഭയെ നമുക്ക് വായിക്കുന്നു. അതുമാത്രമല്ല, ഈ 8-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ 8-ാം അധ്യായത്തിൽ ഫിലിപ്പ്
അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനും അപ്പസ്തോലനുമായി ദൈവം തിരഞ്ഞെടുത്ത ഫിലിപ്പ് അവിടെ സമാരിയയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് കാണാം. എത്യോപ്യയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഷണ്ണൻ അവനെ സുവിശേഷീകരിക്കുന്നതും, അങ്ങനെ സുവിശേഷം ഫിലിപ്പ് വഴി എത്യോപ്യയിലേക്ക് അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാനും ധാരാളം എത്യോപ്യൻസ് ഇന്നും എത്യോപ്യൻ ചർച്ച് ഇന്നും വളരെ ശക്തമായ ഒരു സഭയാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവർ പൗരസ്ത്യ സഭയോടാണ് കൂടുതൽ അവർക്ക് ചായവുള്ളത് എന്നും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ 8-ാം അധ്യായത്തിലേക്ക് അന്ത്യോക്യ, അതുപോലെ സമാരിയ, ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു വരുന്ന കർത്താവ് യേശുക്രിസ്തു എപ്രകാരമാണോ ഇതിനെ വിവഷണം ചെയ്തത് അപ്രകാരം തന്നെ ജെറുസലേമിലും യഹൂദയിലും സമാരിയയിലും പിന്നെ ലോകമെമ്പാടും സുവിശേഷീകരണം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായിട്ട് അപ്പസ്തോലന്മാരും അവരിലൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നവരും കടന്ന് ചെന്ന് സുവിശേഷീകരണം നടത്തിയെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പൗലോസ് അപ്പസ്തോലൻ്റെ അവൻ പീഡകനായിരുന്നു എങ്കിൽ അവൻ 9-ാം അധ്യായത്തിൽ അവൻ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരുവാണ്. കർത്താവിനെ അപ്പസ്തോലനായിട്ട് നിയമിക്കുന്നു. അതാണ് നമുക്ക് 9-ാം അധ്യായത്തിൽ. 10-ാം അധ്യായത്തിൽ ജാതികളിലേക്ക് അപ്പസ്തോലനായ പത്രോസ് വഴി ജാതികളിലേക്ക് കൊർന്നേലിയസ് എന്ന ഒരു ജാതീയനായിരുന്ന വ്യക്തി അവൻ ദൈവഭാഗത്തേക്ക് വരികയാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേക ക്രമീകരണങ്ങൾ വഴിയാണ് അങ്ങനെ സംഭവിച്ചത്. അത് 10-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം, അത് നിങ്ങൾക്കത് ബോധ്യമാകും. അങ്ങനെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ജാതികളിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ചരിത്രം വായിച്ചു വരുമ്പോൾ അപ്പസ്തോലപ്രവൃത്തി 18-ാം അധ്യായം വരുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ 11 മുതൽ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം അപ്പസ്തോലനായ പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി ജേണിയും യാത്രയും അതിനോട് ബന്ധപ്പെട്ടുള്ള സുവിശേഷീകരണമൊക്കെ ഇവിടെ നമുക്ക് കാണാം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് 2-ാമത്തെ പൗലോസ് അപ്പസ്തോലൻ്റെ മിഷണറി യാത്രയിൽ അവൻ കൊറിന്തിയിൽ ചെന്ന് അവിടെ സുവിശേഷീകരിച്ചു. അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടു. 1.5 വർഷം അവരെ ശുശ്രൂഷിച്ച് അവരെ ശക്തന്മാരാക്കി, ആത്മീയ ശക്തന്മാരാക്കി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അവൻ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനവും 2 കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ കിട്ടും. എന്നാൽ ഒരു ചരിത്ര പുസ്തകമായ ലൂക്കോസ് എഴുതിയ ചരിത്ര പുസ്തകത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോലൻ യഹൂദന്മാരുടെ ഇടയിലും യഹൂദ മതത്തോട് അനുകൂലികളായിരുന്ന ദൈവഭക്തന്മാരായിരുന്ന യവനക്കാരോടും യേശു ക്രിസ്തു എന്ന് അവിടെ പ്രഖ്യാപിച്ചു. അനേകർ വിശ്വസിച്ചു. അവിടെ സഭ സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ്റെ 3-ാമത്തെ മിഷണറി യാത്ര. അതിന് ശേഷം എഫേസൂസിൽ വെച്ച് ഈ കൊറിന്ത്യക്കാർക്ക് ഒരു എഴുതുകയാണ്. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം. അപ്പോൾ AD 33 കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. 51-ാം ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യയിൽ സഭ സ്ഥാപിക്കുന്നത്. ഈ ഒരു ടൈം ലൈൻ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഈ ചരിത്രം നടന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ആവശ്യമാണ്. ഏകദേശം 18 വർഷം, 33, 18, 51, 18 വർഷങ്ങൾക്ക് ശേഷമാണ് കൊറിന്ത്യയിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ കൊറിന്ത്യ ലേഖനം എഴുതുന്നത് 57 ആണെന്നാണ് ചരിത്രകാരന്മാർ. നമുക്ക് വേദപുസ്തകം പഠിച്ച് ഉറപ്പാക്കാവുന്ന കാര്യങ്ങളാണ്. 57 ഈ എഴുതുന്നത്. അപ്പോൾ 51, 6, 57, അപ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം പരിശുദ്ധാത്മാവിൽ അവൻ എഴുതുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തെഫാനോസും കൊറിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക്.
അപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അവർ കൊറിന്ത്യയിലെ ദൈവത്തിൻ്റെ സഭയാണ് അവർ. ഇന്ന് ദൈവസഭ എന്നുള്ള നാമധേയങ്ങളിൽ ഒരുപാട് പൗരസ്ത്യ മതക്കാർ സഭകൾ നടത്തുന്നുണ്ട്. എന്നാൽ കൊറിന്ത്യയിലെ ദൈവസഭയായിട്ട് അവർക്ക് യാതൊരു കുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ് ദാരുണമായ വിഷയം. അതുകൊണ്ട് ദൈവവചനം വായിച്ച് ദൈവത്തിൻ്റെ സഭ എന്താണ്, അതിൻ്റെ നിർവചനം എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്, അവൻ്റെ സ്ഥാനം എന്താണ്, പദവി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ആ ഒരു ശുശ്രൂഷയ്ക്കാണ് ഞാൻ നിങ്ങളെ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളിത് വായിക്കണം, മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ദൈവേഷ്ട യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട അപ്പോസ്തലനും. അപ്പോൾ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ ഇഷ്ടം, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്നീ ഇതൊക്കെയാണ് ഒരു അപ്പോസ്തലൻ്റെ യോഗ്യതകൾ. ഇവർ പറഞ്ഞ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടവരുടെ വിശ്വാസികളുടെ കൂട്ടമാണ് സഭ എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകമായ അപ്പോസ്തലൻ 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിഷയങ്ങളൊന്നും നമുക്ക് അവിടെ അറിയാൻ പറ്റില്ല. അത് ചരിത്ര പുസ്തകമായതുകൊണ്ട് ലൂക്കോസ് അത്രമാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ പൗലോസ് അത് ലേഖനത്തിൽ എഴുതിയപ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അവൻ എങ്ങനെയാണ് അപ്പോസ്തലനായത്, അത് ദൈവേഷ്ടത്താലാണ്. അവൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. ഇന്ന് ഈ ദൈവത്തിനോ ഈ യേശു ക്രിസ്തുവിന് യാതൊരു സ്ഥാനമില്ലാത്ത ദൈവസഭകളാണ്. ദൈവസഭ എന്ന് പേര് മാത്രമാണ്. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒന്നും തന്നെ കൊരിന്ത്യ ലേഖനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു അപ്പസ്തോലൻ്റെ യോഗ്യതകൾ, അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്ന വചനത്തിൻ്റെ ഉപദേശം, അത് വളരെ ശക്തമായ കാര്യങ്ങളാണ്. കാരണം ഒരു കാര്യത്തിന് ഒരു ഉറപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇന്നും എന്നും കൊരിന്ത്യ സഭയിലുള്ള അന്നത്തെ കാലത്തും ഇന്നും അതിന് അടിസ്ഥാനമായിട്ട് അപ്പസ്തോലിക ഉപദേശങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അപ്പസ്തോലൻ ആരാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. അത് ദൈവേഷ്ടത്താലാണ് പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാണ്, അവൻ വിളിക്കപ്പെട്ടവനാണ്. അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസ് ക്ലീറ്റോസ് അപ്പസ്തോലോസ് ഓഫ് ജീസസ് ക്രിസ്തു എല്ലാ ജനറ്റീവ് കേസിലാണ്. അങ്ങനെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ ഉത്ഭവം, അവൻ്റെ അപ്പസ്തോലികത്വത്തിൻ്റെ ഉത്ഭവം അത് ദൈവമാണ്, ക്രിസ്തുവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ കൊരിന്ത്യയിലെ സഭയെ പൗലോസ് അപ്പസ്തോലൻ അധികാരത്തോടുകൂടി അതിനെ സംബോധന ചെയ്യുന്നത് ദൈവസഭ എന്നാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ 2-ാം അധ്യായവും പ്രത്യേകിച്ച് 3-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ ദൈവസഭയിൽ നിങ്ങളോട് ഞാൻ ജഡികന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്, പ്രാകൃത മനുഷ്യനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ സാധാരണക്കാർ പോലെ ജീവിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് ഈ എഴുതാനുള്ള കാരണമായി തീരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ദൈവവചനം, കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവവചനമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി വരികയാണ്. 2-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യേശു ക്രിസ്തു വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി അവർക്ക് തന്നെ ഇത് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുന്ന ഈ കൊരിന്ത്യ ദൈവസഭയിലുള്ളവരോട് പറയുകയാണ്, ഈ ലോകത്തിലെമ്പാടുമുള്ള അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് യേശു നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട. അതുകൊണ്ട് സഭ എന്നുള്ളത് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, ജന്മനാലല്ല, പാരമ്പര്യത്താലല്ല. ഇന്നെന്താ സംഭവിക്കുന്നത്? വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ട്. അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, സഭ സ്ഥാപിക്കുന്നു. അത് യാതൊരു പട്ടിണി പാവങ്ങളായ തേർഡ് വേൾഡ് രാജ്യങ്ങളിലേക്ക് അവരുടെ സുവിശേഷം അവർ അറിയിക്കുകയാണ്. ഈ ഓരോ സഭകളുടെയും അത് സത്യമാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിൻ്റെ സ്പോൺസേഴ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാതെ ഈ അപ്പസ്തോലിക ഉപദേശങ്ങൾ കേട്ട്, സത്യം കേട്ട്, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിച്ച് പരിശുദ്ധാത്മ ഉള്ളവരല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ
ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യയിലെ 1-2 യേശു ക്രിസ്തു വിശദീകരിക്കപ്പെട്ടവർ. ഇവർ വിശദീകരിക്കപ്പെട്ടവരാണ്. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ, അവരെക്കുറിച്ച് എന്തൊക്കെയായിരുന്നാലും ദൈവം അവരെ കാണുന്നത് ക്രിസ്തുവിലാണ്. അവർ ക്രിസ്തുവിൽ അവർ വിശദീകരിക്കപ്പെട്ടവർ, യേശു ക്രിസ്തുവിൽ വിശദീകരിക്കപ്പെട്ടവരാണ് അവർ. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ലല്ലോ, ദൈവജനം പറയുകയാണ്. അവിടെ ഇവിടെ എവിടെയും നമ്മുടെ കർത്താവായ യേശു നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് എന്ന് പറഞ്ഞ് ഇവിടെ 2 സഭയെ കാണാൻ പറ്റും. ഒന്ന് ആ പ്രാദേശിക സഭ, കൊറിന്ത്യയിലുള്ള പ്രാദേശിക സഭ, പൗലോസ് അപ്പസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ടതും തുടർന്ന് അപ്പല്ലോസും മറ്റുള്ള പല ശുശ്രൂഷകന്മാരും കടന്ന് ചെന്ന് ശുശ്രൂഷിച്ച് അവർ ഇങ്ങനെ ഈ വിധത്തിൽ ആക്കിയ അപ്പസ്തോൽ സഭയാണ്, ദൈവസഭയാണ്. അവർ വിശദീകരിക്കപ്പെട്ടവരാണെന്ന് ദൈവവചനം പറയുകയാണ്. അതുമാത്രമല്ല, അവർ വിളിക്കപ്പെട്ടവരാണ്, അവർ വിശുദ്ധന്മാരാണ്. വിശുദ്ധീകരിക്കപ്പെട്ടു വിശുദ്ധന്മാരായി തീർന്നു. സെയിൻസ്, ഇംഗ്ലീഷിൽ സെയിൻസ് എന്നാണ് പരിഭാഷപ്പെട്ടിരിക്കുന്നത്, ഹഗിയോസ്. നിങ്ങൾ അന്ന് അക്കാലത്ത് നിങ്ങൾ കൊറിന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ തലയ്ക്ക് ചുറ്റും വലിയ ഹാലോസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, വലിയ പ്രകാശമോ വലിയ വളയമോ ഒന്നുമില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, ഇത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ പറയുന്ന സാക്ഷ്യം കേട്ടാൽ അറിയാം, അവർ ജാതികളായിരുന്നു, അവരതെല്ലാം വിട്ട് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്, സ്വർഗ്ഗത്തിന് അവകാശികളാണ്, വിശദീകരിക്കപ്പെട്ടവരാണ്, യേശു ക്രിസ്തു നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. അത് മാത്രമല്ല, അവർ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വിളി വളരെ പ്രധാനപ്പെട്ടതാണ്, സുവിശേഷം വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് ക്രിസ്തീയ സഭ പണിയപ്പെടേണ്ടത്. അല്ലാതെ സ്പോൺസർഷിപ്പിലോ സ്പോൺസേഴ്സ് വന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പിന്നെ അപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനം നടത്തുന്ന അവർക്കാണ് ലാഭമുള്ളത്. അതിൽ കടന്നു ചെല്ലുന്നവർക്ക് നഷ്ടമേ ഉള്ളൂ. അവരോട് 10% വാങ്ങുന്നു, അവരോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. നടത്തുന്നവർക്ക് മാത്രം. അപ്പോൾ നടത്തുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അതിന് ദൈവസഭ എന്നും അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നും അസംബ്ലി അല്ലാത്ത ഗോഡെന്നും ക്രൈസ്റ്റ് ചർച്ച് എന്നും അങ്ങനെ പല തരത്തിലുള്ള അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പരിഹസിക്കാം, അങ്ങനത്തെ ഒരു ചർച്ചാണോ ബൈബിൾ ചർച്ച്, പാലാരിവട്ടം ബൈബിൾ ചർച്ച്? നിങ്ങളതിനെക്കുറിച്ച് തീരുമാനം നിങ്ങളാണ്, ഞാനല്ല. കാരണം ഞാനിത് സത്യസന്ധമായിട്ട് ദൈവവചനപ്രകാരം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. ഓക്കെ. അപ്പം അങ്ങനെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ഈ കൊറിന്ത്യയിലുള്ള വിശ്വാസികളുടെ സ്ഥാനം എന്താണ്, ദൈവം അവരെങ്ങനെ കാണുന്നത്, പൗലോസ് അപ്പോസ്തലൻ അവരെങ്ങനെ സംബോധന ചെയ്ത് നോക്കുമ്പോൾ വളരെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ്, ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി എങ്ങനെയാണ്, ഒരു വിശദീകരിക്കപ്പെട്ട എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. 3-ാം വാക്യത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായിരുന്ന അവരോട് ആശംസിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകളിൽ ഞാൻ എല്ലാ ആഴ്ചകളിലും മറക്കാതെ വണ്ണം എന്നെ കേൾക്കുന്ന ഏവർക്കും കൃപയും സമാധാനം നേരുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലൻ അതാണ് അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കൃപയിലും സമാധാനത്തിലും ജീവിക്കേണ്ടവരാണ്. ദൈവകൃപയിൽ, യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കൃപയിലും ദൈവമായിട്ടുള്ള സമാധാനത്തിലും നമ്മൾ ജീവിക്കേണ്ടവരാണ്. അതിനുവേണ്ടി എന്ന് തന്നെ നമ്മൾ കീഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 9-ാം വാക്യത്തിൽ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരു കൂട്ടായ്മയിലേക്ക്, ദൈവത്വമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, അവൻ്റെ ആ പ്ലാനും പദ്ധതിയിലുള്ള തൻ്റെ പുത്രനുള്ള കൃപയിലേക്ക്, ദൈവങ്ങളുടെ സമാധാനത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അല്ലാതെ നമ്മളൊരു സഭയിൽ ഒരു കൂട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, ക്രിസ്തുവേശുള്ള കൃപയിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ പിന്നെയും പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങൾക്ക് യേശു ക്രിസ്തു നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. അപ്പോൾ കൃപ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവകൃപ അത് യേശു ക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. ഇന്ന് പല സഭകളെ പഠിപ്പിക്കുന്നത് സഭയാണ് കൃപ കൊടുക്കുന്നതെന്നാണ്. സഭയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുദാശകൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാരമ്പര്യത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃപ കിട്ടും. അങ്ങനെ കൃപ കൂടി 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 അത് എങ്ങനെ അവസാനിക്കുന്നു അവർക്കും അറിയത്തില്ല, ഈ കേൾവിക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ദൈവകൃപ എന്നുള്ളത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ അതിൻ്റെ മേലെഴുത്ത്, അതിൻ്റെ ടൈറ്റിൽ
അത് കൃപയാണ്, ദൈവകൃപ. ആ ദൈവകൃപയിലാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃപ ലഭിക്കുന്നത്. ഇനി അതിൽ തന്നെ ഒരു വിഷയമാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ കൊറിന്ത്യ വിശ്വാസികളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട എന്ന് പറഞ്ഞാൽ കൊറിന്ത്യ വിശ്വാസികൾക്ക്, നിങ്ങൾ സുവിശേഷം കേട്ട് നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചു. അത് നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളെ ഉറപ്പായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അത് ഉറപ്പായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവർ ഉറപ്പാക്കിയിരിക്കുകയാണ്. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. നമ്മൾ സമ്പന്നരാകേണ്ടത് ദൈവിക വിഷയങ്ങളിലാണ്. ഈ ലോകത്തിലെ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഒന്നും നമുക്ക് അത് ആത്മീയനാക്കുകയോ അനാത്മീയനാക്കുകയോ ചെയ്യുന്നില്ല. ആത്മീയത്വം നഷ്ടപ്പെടാനുള്ള സാധ്യത. എന്നാൽ നമ്മുടെ വിഷയം അതല്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പിന്നെയും പറയുന്നത്. നിങ്ങൾ സകല വചനത്തിലും പരിജ്ഞാനത്തിലും നമ്മൾ സമ്പന്നരായിരിക്കും. നമ്മുടെ സമ്പന്നത അത് ദൈവത്തിലും ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൊക്കെ ആയിരിക്കണം. അതാണ് ക്രിസ്തീയ സഭ, അതാണ് നമ്മുടെ അടിസ്ഥാനം. അല്ല ഇന്ന് കാണുന്നത് പോലെ പാട്ടുകളുടെ കോലാഹലത്തിൽ മധ്യത്തിൽ എന്തൊക്കെയോ ചെയ്യുന്ന പ്രാകൃത പ്രവൃത്തികളല്ല ആരാധനയോ ദൈവമായിട്ടുള്ള കൂട്ടായ്മയോ ദൈവകൃപയിലുള്ള ജീവിതമോ. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അപ്പസ്തോലനാരാണ്, സഭ എന്താണ്, കൊറിന്ത്യ സഭ എന്താണ്, അവരുടെ സ്ഥാനമാനങ്ങൾ എന്താണ്, ദൈവം അവരെങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് അതിൻ്റെ 10-ാം വാക്യത്തിൽ, ഒന്നാമത് 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 9-ാം വാക്യം ഒരിക്കലൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ പുത്രനും, ഇവിടെ പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ഇവിടെ പുതിയ നിയമസഭ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷകളും ലേഖനങ്ങളൊക്കെ എഴുതപ്പെടുന്നത്. പഴയ നിയമത്തെ പോലെ അവ്യക്തത ഇല്ല ഇന്ന്. അതുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുള്ള ഏക സത്യ നിത്യ ത്രിത്വ ദൈവം അത് അംഗീകരിക്കാത്തവരെ ഞാൻ അവരെ ക്രിസ്ത്യാനികളായിട്ട് കണക്കാക്കത്തില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് ശക്തമായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മുടെ കാണാൻ കഴിയും. ഈ ദൈവം തൻ്റെ പുത്രനും, പിതാവായ ദൈവം തൻ്റെ പുത്രനും പിതാവിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം, അവനെക്കുറിച്ച് പറയാൻ വിശ്വസ്തനാണ്. സകല മനുഷ്യർ അവിശ്വസ്തരാണ്, ഞാൻ ഉൾപ്പെടെ. ദൈവം മാത്രമുണ്ട് വിശ്വസ്തൻ. അവൻ ചെയ്ത കാര്യങ്ങളോട്, പറഞ്ഞ കാര്യങ്ങളോട് അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പിൽക്കാലങ്ങളിൽ പറയുന്നതും കൊരിന്ത്യയിലേതും പറഞ്ഞത്, അവനിൽ യേശുവാണ് ക്രിസ്തു, അവൻ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടവരാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി. ഇത് സ്വർഗ നരകങ്ങളെ വേർതിരിക്കുന്ന ഒരു ഉപദേശമാണ്. ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു സാധനം വേദപുസ്തകം പറയുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാത്തവർ, ഒന്നുകിൽ ദൈവത്തിനുള്ളവർ ദൈവത്തിനില്ലാത്തവർ, ദൈവമുള്ളവർ ദൈവമില്ലാത്തവർ, രണ്ട് മാർഗങ്ങളുണ്ട്. മൂന്നാമതായിട്ട് ഒന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 1 കൊരിന്ത്യർ 1 മുതൽ 10 വരെ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഭയെക്കുറിച്ചും പൗലോസിനെക്കുറിച്ചും അപ്പസ്തോലിത്വത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 10-ാം വാക്യത്തിൽ, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് 1 തൊട്ട് 9 വരെ എഴുതിയതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് ഈ എഴുതുന്നത്? അവൻ പ്രബോധനം കൊടുക്കുകയാണ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂലഭാഷയുടെ അർത്ഥം അടുത്ത് വിളിച്ച് പറയുകയാണ്, നീ ഇതൊക്കെ ചെയ്യണം, ഇതാണ് തെറ്റ്, ഇത് ശരി, ഇത് ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടതെന്ന്. ഒരു പ്രബോധനത്തിൻ്റെ എഴുത്താണിത്, ഒരു ലേഖനമാണിത്. കാരണം എന്താണ്? അവരെ പ്രബോധിപ്പിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എന്താ, അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിശുദ്ധന്മാരും ആയിട്ടുള്ളവരാണ്. അതുമാത്രമല്ല, ലോകമെമ്പാടുമുള്ള
അന്നത്തെ ഈ 24 വർഷങ്ങൾ, ഏകദേശം 1/4 നൂറ്റാണ്ടിലെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ദൈവഭാഗത്തേക്ക് വന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവകൃപയിലേക്ക് വന്ന എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു കൂട്ടമാണ് കൊറിന്ത്യയിലെ സഭ. അവർക്കിനി എന്താ വേണ്ടത്? പ്രബോധനം. എങ്ങനെയാണ് നിങ്ങൾ ഈ ലോകത്തിൽ ഈ ദൈവമക്കളായിട്ട് ജീവിക്കേണ്ടത്? എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടത്? അത് അതിനുള്ള ശക്തിയും ബലവും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതിനുള്ള കൃപ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതിനുള്ള കൃപ വരങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ പ്രബോധനമാണ്. ഇത് പ്രബോധനത്തിൻ്റെ എഴുത്താണ്. അടുത്ത് വിളിച്ചു വരുത്തി അവനെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു പ്രബോധനം ഇവിടെ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും. അപ്പോൾ ഒന്ന് സംസാരിക്കുക, ഏക മനസ്സ്, ഏക അഭിപ്രായത്തിൽ യോജിപ്പ്, ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇതാണ് കൊറിന്ത്യൻ സഭയിൽ നടന്ന പ്രധാന വിഷയം. ഇതിനെക്കുറിച്ച് പൗലോസ് അവരെ പ്രബോധനം കൊടുക്കുകയാണ്. ഈസ് വാണിംഗ് ദം. അവർ പറയുകയാണ്, ഇങ്ങനെയല്ല, നിങ്ങളെ എല്ലാം ഒന്നായിരിക്കണം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് സംസാരിക്കുകയും ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. യോജിപ്പ്, എഗ്രിമെൻറ്റ് ആവശ്യമാണ്. ഹാർമണി, എല്ലാത്തിലും ഒരു യോജിപ്പ് ആവശ്യമാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഇന്നതുണ്ടോ? ഇല്ല എന്നുള്ളത് സർവ്വസാധാരണമാണ്. കാരണം എന്താണ്? ഇന്ന് കാണുന്ന സഭകളിൽ, ക്രൈസ്തവ നാമധേയങ്ങളുടെ സഭകളിൽ ക്രിസ്തുവില്ല, ദൈവമില്ല, സുവിശേഷമില്ല, ദൈവകൃപയില്ല. ഇതെല്ലാം സഭ നടത്തുന്ന ഒരു പ്രക്രിയ മാത്രമേ മാറിയിരിക്കുകയാണ്. ദൈവത്തിനോ ദൈവവചനത്തിനോ യാതൊരു വിലയുമില്ല. അതുകൊണ്ട് നമ്മൾ ബൈബിളിലേക്ക് തിരിഞ്ഞ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഈ പ്രബോധനങ്ങൾ കേട്ട് നാം നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു ആത്മീയ ജീവിതത്തിന് ഈ പ്രബോധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേറൊരു പ്രബോധനം കൂടിയുണ്ട്. ഈ വാക്ക് തന്നെയാണ്, ഈ പ്രബോധനം എന്ന വാക്ക് തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അത് യവന ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ അതിന് ടു റിബ്യൂക്ക് അല്ലെങ്കിൽ ബിസീച്ച് എന്നൊക്കെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവർ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ എൻ്റെ അനുകാരികൾ ആകുവൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പ്രബോധനം സംബന്ധിച്ച് എല്ലാത്തിലും ഏക മനസ്സായിരിക്കണം. എവരിതിങ് ഈസ് വൺ, ഒന്നായിരിക്കണം, ഏകമായിരിക്കണം, യോജിപ്പ് ഉണ്ടാകണം. അതാണ് ഒരു പ്രബോധനം. അതിനെ സംബന്ധിച്ചാണ് 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും ഒക്കെ പറയാൻ പോകുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ആകിയാൽ എൻ്റെ പൗലോസ് അപ്പോസ്തലൻ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ മറ്റുള്ള ലേഖനങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ, ഫിലിപ്പിയ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും കൊറിന്ത്യ ലേഖനത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് അനുകാരിയായിരുന്നു പൗലോസ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ, കാരണം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് പ്രബോധനം. ആ വിഷയം 4-ാം അധ്യായത്തിൽ തുടങ്ങി തുടർന്ന് അവസാനം വരെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പ്രബോധനങ്ങൾ എന്ന വിഷയം നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പ്രബോധന പുസ്തകമാണ്. രക്ഷിക്കപ്പെട്ട, വിശദീകരിക്കപ്പെട്ട, ദൈവത്തിന് വിളി കേട്ട് അത് വിശ്വസിച്ച, സുവിശേഷത്തിൽ വിശ്വസിച്ച, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് പുനരുദ്ധാനം വിശ്വസിച്ച ദൈവ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രബോധനം ആവശ്യം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ആഴ്ചകളിൽ പഠിക്കാം. എന്നാൽ ഇതിൻ്റെ സംക്ഷേപം എന്താണ്? അപ്പസ്തോലന്മാരിലൂടെ ദൈവം തന്ന വെളിപ്പാടുകൾ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ച ദൈവവചനം, ലേഖനങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, പഴയ നിയമം, പുതിയ നിയമം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ, 4 സുവിശേഷങ്ങൾ, 13 23
ലേഖനങ്ങൾ. ഇത് ദൈവവചനമാണ്. ഇത് വായിച്ച് ഇത് നമ്മളുടെ വിശ്വാസത്തെ രൂപാന്തരപ്പെടുത്തണം. ആ വിശ്വാസമാണ് നമ്മളെ ആദ്യമായിട്ട് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവകൃപയിലേക്കുള്ള പ്രവേശനവും വിശുദ്ധന്മാരായി തീർന്നുള്ള പ്രഖ്യാപനവും അതിന് ശേഷം ദൈവത്തിൻ്റെ വചനം വായിച്ച് നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട്, അതിൽ പോരാട്ടമുണ്ട്, ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ പ്രാപിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് കേൾപ്പിച്ച വചനം അത് വിശ്വാസമായി പരിണമിക്കുവാൻ കൃപയാൽ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.